ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഗുഡ് മോർണിംഗ്. അതിരടി നമ്മളുടെ ടൊവിനോ തോമസ് ആൻഡ് ബേസിൽ ജോസഫാണ് ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സ്. ഡയറക്റ്റഡ് ബൈ അരുൺ അനിരുദ്ധൻ ആണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ചെയ്തിരിക്കുന്നതും പുള്ളി തന്നെയാണ്. പോൾസൺ സക്രിയ പുള്ളിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ കമ്പോസർ വിഷ്ണു വിജയ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചില പാട്ടുകളും നല്ലതാണ്. എല്ലാ പാട്ടുകളും അല്ല, ചില എനിക്ക് അവസാനം ഒരു പാട്ടുണ്ട്, അത് ഒരു 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 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കട്ടൊക്കെ വരുന്ന ഒരു പാട്ടുണ്ട്. അത് കിടിലം പാട്ടും കിടിലം മാമല്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിയായിരുന്നു. പാട്ടുകൾ എനിക്കെന്തോ ചില പാട്ടുകളൊന്നും അങ്ങോട്ട് എന്തിനാണ് ഈ പാട്ടെന്ന് ആലോചിച്ചുമായിരുന്നു. സിനിമാറ്റോഗ്രാഫർ സാമുവൽ ഹെൻറി, തീപ്പൊരി സിനിമാറ്റോഗ്രാഫി, ഒരു രക്ഷയില്ല. അതേപോലെ എടുത്തു പറയേണ്ട അണ്ണൻ ചമൻ ചാക്കോ വരെ എഡിറ്റിങ്. അത് പിന്നെ അറിയാമല്ലോ, അതൊരു സേഫ് സോണാണ്. അത് അങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ സിനിമ ഒരുമാതിരി റീല് അങ്ങനെ പറഞ്ഞിട്ട് റീല് പോലെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യും. എന്നാലും ഐ വിൽ കം ടു ദ പോയിൻ്റ്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ മാഷർ ഹംസ, ആർട്ട് ഡയറക്ടർ അഖിൽ ദാമോദർ, പിന്നെ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ആക്ഷൻ ആരില്ലടേ, ആക്ഷൻ സ്റ്റണ്ട് ഫീനിക്സ് പ്രഭുവും ആക്ഷൻ സന്തോഷവുമാണ് സ്റ്റണ്ട് ചെയ്തേക്കുന്നത്. സോ ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. ബേസിൽ ടൊവിനോ, സെറിൻ, റിയ ഷിബു, വിനീത് ശ്രീനിവാസൻ, ദർശനയുണ്ട്, ഷാൻ റഹ്മാനുണ്ട്, നമ്മുടെ മറ്റേ പുള്ളി ഇതിൽ അയാളുടെ പേര് സെൽവിനുണ്ട്, നമ്മുടെ മച്ചാനാണ് സെൽവിൻ ജെയിംസ്. പിന്നെ നമ്മുടെ വിഷ്ണു അഗസ്ത്യ കിടിലായിരുന്നു. വിഷ്ണു അഗസ്ത്യയുടെ ക്യാരക്ടറും അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ പ്രൊഡ്യൂസർമാരുടെ ലിസ്റ്റിൽ കുറേ പേരുണ്ട് കേട്ടോ. ഡോക്ടർ അനന്തു, ബേസിൽ ജോസഫ്, അമൽ സേവ്യർ, മണ്ണക്കറത്തിൽ, നിഖിൽ രാമനാഥ്, സമീർ താഹിർ, ടൊവിനോ, ഒരുപാട് പേര് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞല്ലേ, ഒറ്റ വാക്കി ഉത്തരം പറയാം, ഒരു ക്യാമ്പസ് വൈബ് പടം. അത് ആലോചിച്ച് പോകുന്നവർക്ക് കട്ടയ്ക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ഇത് പക്ക തിയേറ്റർ ഡിമാൻഡിങ് സിനിമയാണ്. ആ തിയേറ്ററിലെ ആംബിയൻസിൽ ആ ഒരു യങ് വൈബിലൂടെ, അതായത് യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾ ഈ പടം കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യും. അതായത് ഓരോരോ സീനുകളിൽ അവർ അതിന് റിയാക്ട് ചെയ്യുന്നതും അവർ വിസിലടിക്കുന്നതും, ഇതിലൊരു ക്യാമിയോ ഉണ്ട്, ആ ക്യാമിയോയിൽ അവർ തരുന്ന ഒരു എനർജിയും, അതൊക്കെ നിങ്ങൾ ഈ ഒരു തിയേറ്റർ ആംബിയൻസിൽ ആ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഒരു സാധനത്തിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം വർക്കാവും. ഇത് OTT ഇറങ്ങുമ്പോൾ എല്ലാം എടുത്തിട്ട് കീറും, അത് ഉറപ്പാണ്. എനിക്കൊരു സംശയമുണ്ട് അതിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ഹൈലി പ്രഡിക്റ്റബിളാണ്. ഹൈലി പ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങി ഇതിൻ്റെ ഒരു ഇതിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പടം എങ്ങനെയാണ് കൊണ്ട് എൻഡ് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം നമ്മളുടെ ആകാംക്ഷ അതായിരിക്കും, ഇതെങ്ങനെ ഇവരിത് അൺസോൾവ് ചെയ്യും. അത് ഞാൻ പറയും, എനിക്കിതിൻ്റെ ഡയറക്ഷനിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഡയറക്ടർ ഈ ഒരു ഹോൾ കെയോട്ടിക് സിറ്റുവേഷൻ എടുത്തു വെച്ചേക്കുന്നത് ഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ആ ഒരു ഇതുണ്ടല്ലോ, ആ പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു കോളേജ് ഫെസ്റ്റും ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർക്ക് ഇത് ഭയാനകമായി കണക്റ്റ് ആവും. ബിക്കോസ് ഇത് നമ്മൾ ഇത് നാട്ടിൽ പഠിച്ച് നാട്ടിലെ കോളേജുകളും കോളേജ് ഫെസ്റ്റൊക്കെ ഓർഗനൈസ് ചെയ്ത അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്കറിയാം ഇതൊരു റിയാലിറ്റിയാണ്, ഇങ്ങനെ നടക്കാറുണ്ട്, ഇങ്ങനത്തെ ഇടി കേസ് വരും. അത് അതാണ് നമ്മുടെ നാട്ടിലെ കോളേജിലുള്ളവർക്ക്, കോളേജിൽ പഠിച്ച ഇതേപോലെ ഫെസ്റ്റിവൽസ് കണ്ടക്ട് ചെയ്യുന്നവർക്ക് കൃത്യം ക്ലിക്കാവും. അതാണ് പറഞ്ഞത്, ഈ പടം അങ്ങനെ കണക്റ്റ് ആവും. ഇത് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത്, എൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നിയ ഒരു ഭയങ്കര നെഗറ്റീവ് എന്ന് പറയുന്നത്, 3 മണിക്കൂർ എന്തോണം ഈ പടം ഈ ഒരു ലെങ്ത്ത് ഇത് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. ഒരു 2:20 വെച്ച് ഒതുക്കേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തത്. ബിക്കോസ് ഒരു പോയിൻ്റൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാം ഇത് എവിടെ കൊണ്ടാണ് എത്തിക്കാൻ പോകുന്നത്. ഒരു സാധനം എത്തിക്കാനായിട്ട് അവരിങ്ങനെ ഇട്ട് വലിച്ചു നീട്ടി അപ്പോൾ ഓരോ അതിങ്ങനെ അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ക്രൈസിസ്. അതായത് ഇങ്ങനെ ക്രൈസിസ് മാനേജ്മെൻറ്റിനെ പറ്റി ഫസ്റ്റ് പറയുന്നത് തന്നെ ഡയറക്ടർ അതിനെ എടുത്ത് ആ ക്രൈസിസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നത്, ഇത്രയും ഹേർഡിൽസിനെ അവൻ എങ്ങനെ ചാടിക്കടക്കും എന്നുള്ള ഒരു സാധനം കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ബട്ട് അത് സിനിമയിൽ അങ്ങനെ കട്ട് ചെയ്ത് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദിസ് മൂവി ഈസ് സോ മച്ച് ഫൺ. ഒരു പക്ക എന്താ പറയുക, കുറേ നല്ല
കോമഡികളും, പിന്നെ എല്ലാവരും ഒരു മീറ്റർ അപ്പുറം മോളിൽ പിടിച്ചിട്ടാണ് സിനിമ അഭിനയിച്ചേക്കുന്നത്. അതായത് അങ്ങനെ അവരൊക്കെ വിട്ടേക്കുക, നിങ്ങളുടെ ഒരു ഇതങ്ങ് പിടിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് എസ്പെഷ്യലി ടൊവിനോ ആയിക്കോട്ടെ. ടൊവിനോ എനിക്ക് എടുത്ത് പറയേണ്ടത്, ടൊവിനോ നല്ല രസമായിട്ട് തിരുവനന്തപുരം സ്ലാങ് പിടിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് പുള്ളി ഒരു അങ്കമാലിക്കാരനോ തൃശ്ശൂരോ എന്തോ ആണ്. അപ്പം അങ്ങനെ ഒരാൾ അത്ര എഫേർട്ട് എടുത്ത് നല്ല രസമായിട്ട് തിരുവനന്തപുരം സ്ലാങ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ഒരു കിടിലൻ ക്യാരക്ടറാണ് കേട്ടോ, കുട്ടൻ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ ഒരു ക്യാരക്ടർ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ ട്രെയിലറൊന്നും കണ്ടിട്ടില്ല. ഞാൻ വെൻ വിത്ത് എ ഫ്രഷ് പെർസ്പെക്റ്റീവ് അങ്ങനെ ഞാൻ പോയി കണ്ട പടമാണ്. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ക്യാമ്പസ് പടമാണ്. ഒരു ഫെസ്റ്റിവലിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും സീനുകളും അതെങ്ങനെ ഇവരൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് സിനിമയുടെ ഒരു പരിപാടി. അത് വളരെ ഗ്രാൻഡായിട്ടാണ് എടുത്തേക്കണം. ഇതിൻ്റെ മേക്കിങ്ങിന് ഒരു രീതിയിൽ പോലും ഒന്ന് താഴ്ത്തി വെച്ചിട്ടില്ല. അതായത് ഒരു ബഡ്ജറ്റ് ഇല്ലായ്മ നമുക്ക് ഒരിടത്തും കാണൂല. നല്ല പൈസയ്ക്ക് നല്ല രസമായിട്ട് തന്നെയാണ്. ആ കൊടുത്ത കാശൊക്കെ ഫ്രെയിമിൽ കിടപ്പുണ്ട്, മനസ്സിലായില്ലേ? അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ് ടു ദ പ്രൊഡ്യൂസേഴ്സ്. എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയതിൻ്റെ ഒരു ലെങ്ത്താണ്. ഈ പടത്തിൻ്റെ ഒരു ലെങ്ത്തും ഈ ഒരു പ്രഡിക്റ്റബിലിറ്റി കുഴപ്പമില്ല. ഞാൻ അതാണ് പറയുന്നത്, നമുക്കിത് ഇമോഷണലി കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര. പിന്നെ ഞാൻ പറയും, ഇതിൽ തുടക്കം ഒരു സാധനം കാണിക്കുന്നത് വിച്ച് ഇസ് ആക്ച്വലി ഹാവ് ഡൺ. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളുടെ നാട്ടിലെ കൊച്ചിയിലെ ഒരു കോളേജിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കണക്റ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സിനിമയിൽ ഇന്നാവും. സോ എന്താ പറയുക, ഒരു പക്ക ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനർ, ഒരു ഫൺ, ഒരു വൈബ് പടം എന്നുള്ള രീതിയിൽ നോക്കാം. ഞാൻ പിന്നെ ചിലവർ അതാണ് ഞാൻ പറയുന്നത്, ഈ ഒരു കോളേജ് കമ്മിറ്റിയും ഈ പറയുന്ന കോളേജ് ഫെസ്റ്റിവലും ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അതിൽ അവിടെ നിർത്താൻ പറ്റും. അതാണ് ഈ സിനിമയുടെ ഒരു വിജയം. ആൻഡ് ദാറ്റ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ബേസിലായിക്കോട്ടെ, റിയ ആയിക്കോട്ടെ. റിയൊക്കെ ഞാൻ പറയില്ല, ഒരു ടൈലർ മെയ്ഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ ക്യാരക്ടറാണ്. അത് പുള്ളിക്കാരി വളരെ ഒരു കോളേജ് വൈബ് ഫീൽ ചെയ്യുന്നൊരു ഫേസാണ്. അപ്പം പുള്ളിക്കാരിയൊക്കെ വെറുതെ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഷീ ഇസ് കേക്ക് വർക്ക് ഫോർ ഹർ. പിന്നെ ഇതിലൊരു ഒരു റോബോട്ടിൻ്റെയൊക്കെ ഒരു സാധനമുണ്ട്. അതൊന്നും എനിക്ക് വർക്കായില്ല കേട്ടോ. അതൊരു റോബോട്ടിൻ്റെ അതൊക്കെ എന്തിനായിരുന്നെന്ന് എനിക്ക് വലിയ ഇതില്ല. അത് ഓക്കെ, ചിലവർക്കത് കണക്ട് ചെയ്യേണ്ട രീതിയിൽ അത് കണക്ട് ചെയ്തു. ബിക്കോസ് അതിനൊക്കെ വേണ്ടി അവർക്ക് കുറച്ചും കൂടെ സമയം ഇതൊക്കെ കുറേ സാധനങ്ങളെ കട്ട് ചെയ്തിട്ട് അതിലോട്ട് കളിക്കണം. ബിക്കോസ് ആ ഒരു സാധനത്തിന് അങ്ങനെ അത് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണം, അത്രയും ഒരാൾ കഷ്ടപ്പെട്ടത് അല്ലേ, അങ്ങനെ ഒരു സാധനം വരണമല്ലോ. അതവിടെ വന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് അഗെയിൻ ജസ്റ്റ് തിയേറ്ററിൽ പോവുക, നല്ല ക്രൗഡുമായിട്ടിരുന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് അതിരടി എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. കറുപ്പ് സിനിമയ്ക്ക് എന്തോ പറ്റി എന്നാണ് ഞാൻ കേട്ടത്. എല്ലാ ഷോയും ക്യാൻസലായിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമ എന്തൊരു കഷ്ടമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവർക്കൊക്കെ എന്തോന്ന് പ്രൊഡ്യൂസർ എന്തോ കൊടുത്തില്ലെന്ന് എന്തരോ പറയണടേ. അത് ഞാൻ ഒരു 10 മണിക്കുള്ള ഷോ ചെയ്തേക്കായിരുന്നു. മിക്കവാറും അത് ക്യാൻസലാവാൻ ചാൻസ് ഉണ്ട്. വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ. എന്തിനാണെങ്കിലും അതിരടി പോയി കാണി. ശരി എന്നാൽ.